അറബ് നാടുകളിലെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ നട്ടെല്ലായി നിലകൊള്ളുന്നത് ഗൾഫ് നാടുകളിലേക്കുള്ള പ്രവാസം തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചരിത്രപരമായ കണ്ടെത്തലോടെ മരുഭൂമിയുടെ മടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആധുനിക നഗരങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായ വികസന അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത്. ഭൂമിക്കടിയിൽ പ്രകൃതി കനിഞ്ഞരുളിയ ഈ എണ്ണശേഖരം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അറബ് നാടുകളെ ലോക സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിച്ചു. ഈ വികസന കുതിപ്പിനാവശ്യമായ മനുഷ്യ വിഭവശേഷി നൽകുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് മലയാളികളടക്കമുള്ള പ്രവാസികളായിരുന്നു. മലയാളിക്ക് ഗൾഫ് എന്നത് കേവലം ഒരു ജോലിസ്ഥലമായിരുന്നില്ല, മറിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു പറുദീസയായിരുന്നു. എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് നാട്ടിൽ വലിയ വീടുകൾ പണിയാനും മക്കളുടെ മികച്ച വിദ്യാഭ്യാസവും വിവാഹവും ഉറപ്പാക്കാനും കുടുംബത്തിൻ്റെ അന്തസ്സുയർത്താനും പ്രവാസികളെ സഹായിച്ചു. അക്കരെ കടന്നാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന പൊതുബോധം കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് വലിയൊരു തലമുറയെ തന്നെ അറബ് തീരങ്ങളിലേക്ക് ഒഴുക്കി. എങ്ങനെയെങ്കിലും ഒരു ഗൾഫ് വിസ സംഘടിപ്പിക്കുക എന്നത് ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമായിരുന്ന ഒരു സുവർണ കാലമായിരുന്നു അത്. എന്നാൽ ആ കാലം പതുക്കെ മങ്ങുകയും ഗൾഫ് നാടുകൾ തങ്ങളുടെ സാമ്പത്തിക അടിത്തറയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. ഗൾഫ് എന്നത് പരിധിയില്ലാത്ത സാധ്യതകളുടെ നാട് എന്നതിൽ നിന്ന് വലിയ റിസ്ക് എടുത്താൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരിടമായി ഇന്ന് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അനിയന്ത്രിതമായ പ്രവാസി കടന്നുകയറ്റവും അവസരങ്ങളുടെ ദൗർലഭ്യവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും കാരണം പഴയതുപോലെ ഏജൻസികൾ വഴിയോ വിസിറ്റ് വിസയിലോ പോയി ഒരു സാധാരണ ജോലി സമ്പാദിക്കുക എന്നത് ഇന്നേതാണ്ട് അസാധ്യമായി മാറിയിരിക്കുന്നു. ഇതിനു പുറമെ ഇന്നത്തെ യുവതലമുറ ഗൾഫ് മതിയാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിലേക്കും കൂട്ടത്തോടെ കുടിയേറുകയാണ്. പൗരത്വം, പെർമനന്റ് റെസിഡൻസി സൗകര്യം, കുടുംബത്തോടൊപ്പമുള്ള സുരക്ഷിതമായ ഭാവി എന്നിവ പാശ്ചാത്യ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും താൽക്കാലിക തൊഴിലിടങ്ങൾ മാത്രമായി തുടരുന്നു എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. മുൻകാലങ്ങളിലെ പോലൊരു ആകർഷണം ഗൾഫിനോട് മലയാളിക്കില്ലാതെ വരുന്നത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ മാറ്റം അവയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ചുവടുമാറ്റമാണ്. ആഗോളതലത്തിൽ ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഗ്രീൻ എനർജി സ്രോതസ്സുകളിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി പ്രശ്നങ്ങളും ലോകരാജ്യങ്ങളെ പ്രകൃതി സൗഹൃദ ബദലുകൾ തേടാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവകരമായ കടന്നുവരവ്, സോളാർ, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജങ്ങളുടെ ഉപയോഗം, ആണവോർജ്ജം, എഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ ബദൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനവും എന്നിവയെല്ലാം എണ്ണയുടെ ഭാവി ആവശ്യകതയെ ചോദ്യം ചെയ്യുകയാണ്. പശ്ചിമേഷ്യയിൽ അടിക്കടി ഉണ്ടാകുന്ന സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലെ അസ്ഥിരതയും ഈ മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. ക്രമേണ ഫോസിൽ ഇന്ധനങ്ങളുടെ ഡിമാൻഡ് കുത്തനെ കുറയുമെന്ന യാഥാർത്ഥ്യം ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്ന് മനസ്സിലാക്കിയ അറബ് രാജ്യങ്ങൾ വൻതോതിലുള്ള സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എണ്ണ ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030, അതുപോലെ UAEയുടെ നെറ്റ് സീറോ 2050 തുടങ്ങിയ വൻകിട പദ്ധതികൾ ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ്, ആധുനിക ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നീ പുതിയ മേഖലകളിലേക്കാണ് ഇപ്പോൾ കോടിക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിക്കുന്നത്. ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി തങ്ങളുടെ രാജ്യങ്ങളെ മാറ്റാൻ അവർ മത്സരിക്കുമ്പോൾ പുതിയ നഗരങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വമ്പൻ ഷോപ്പിംഗ് മാളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും ഉയരുകയാണ്. വ്യവസായങ്ങൾക്കും വിദേശ നിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ കാലത്തെ പോലെ ബ്ലൂ കോളർ ജോബുകൾക്കല്ല ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. മറിച്ച് ഗോൾഡൻ വിസകളും നീണ്ടകാല താമസാനുമതികളും നൽകി ലോകമെമ്പാടുമുള്ള മികച്ച പ്രതിഭകളെയും നിക്ഷേപകരെയും സാങ്കേതിക വിദഗ്ധരെയും അവർ ആകർഷിക്കുകയാണ്. നോളജ് ബേസ്ഡ് ഇക്കോണമിയിലേക്കുള്ള ഈ പരിവർത്തനം ഗൾഫിൻ്റെ തൊഴിൽ സാധ്യതകളുടെ മുഖച്ഛായ പൂർണ്ണമായി മാറ്റി എഴുതിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടന മാറുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ രംഗത്ത് അവർ നടപ്പിലാക്കുന്ന തദ്ദേശീയവൽക്കരണ നയങ്ങൾ പ്രവാസി സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തങ്ങളുടെ പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ ഉറപ്പാക്കാൻ സർക്കാരുകൾ നിയമം മൂലം നിർബന്ധിക്കുകയാണ്. തദ്ദേശീയ പൗരന്മാരെ ജോലിയിൽ നിയമിക്കണമെന്ന നയങ്ങൾ ശക്തമാകുമ്പോൾ മലയാളിക്ക് ജോലി സാധ്യതകൾ കുറയുന്നു. പണ്ടത്തെ പോലെ വിദ്യാഭ്യാസമില്ലാത്തവരല്ല ഇന്നത്തെ അറബ് യുവത. ലോകത്തിലെ തന്നെ മികച്ച സർവകലാശാലകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ അവർ ഇന്ന് സാങ്കേതിക വിദ്യയിലും മാനേജ്മെന്റ് രംഗത്തും പ്രവാസികളോട് കിടപിടിക്കുന്നവരാണ്. സ്വാഭാവികമായും സ്വന്തം പൗരന്മാർക്ക് മുൻഗണന നൽകുമ്പോൾ എൻട്രി ലെവൽ, മിഡ് ലെവൽ അതുപോലെയുള്ള തൊഴിലുകളിൽ നിന്നും പ്രവാസികൾ പുറന്തള്ളപ്പെടുന്നു. ഈ മാറ്റങ്ങളെ ഗൾഫിൻ്റെ തകർച്ചയായി കാണുന്നത് തെറ്റായ ധാരണയാണ്.
മറിച്ച് ഗൾഫ് നാടുകൾ കൂടുതൽ ആധുനികവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ്. വിനോദസഞ്ചാരം, ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ ടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങൾ കൈവരിക്കുന്ന പുരോഗതി വൻ സാധ്യതകളാണ് തുറന്നിടുന്നത്. എന്നാൽ ഗൾഫ് എന്ന വാതിൽ പൂർണ്ണമായും അടയുകയല്ല, മറിച്ച് ആ വാതിലിലൂടെ കടക്കാൻ ആവശ്യമായ യോഗ്യതകൾ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേവലം ശാരീരിക അധ്വാനവും കായികാധ്വാനവും മാത്രം കൈമുതലായുള്ള ഒരു പ്രവാസിക്ക് ഇനി അവിടെ വലിയ സ്ഥാനമില്ല. സ്കിൽ അപ്ഗ്രഡേഷൻ അഥവാ പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇനി ഗൾഫിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരേയൊരു മാർഗം. പുതിയ കാലത്തെ ഗൾഫ് ആവശ്യപ്പെടുന്നത് IT വിദഗ്ധരെയും ഡേറ്റാ സയന്റിസ്റ്റുകളെയും നിർമ്മിത ബുദ്ധിയിൽ പ്രാവീണ്യമുള്ളവരെയും ആധുനിക മെഡിക്കൽ രംഗത്തെ സ്പെഷ്യലിസ്റ്റുകളെയുമാണ്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് അവിടെ ഇപ്പോഴും മികച്ച അവസരങ്ങളുണ്ട്. നഴ്സിംഗ് പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ടെങ്കിലും അഡ്വാൻസ്ഡ് കെയർ, സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് തുടങ്ങിയ ഉയർന്ന തലങ്ങളിലേക്ക് മാറാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇവിടങ്ങളിൽ ജോലി നേടാൻ സാങ്കേതികമായ അറിവും ഉയർന്ന ബിരുദങ്ങളും അത്യാവശ്യമാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സാങ്കേതിക വിദ്യയുടെയും സുസ്ഥിര വികസനത്തിൻ്റെയും പുതിയ പാതയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ചുവടുമാറ്റുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിലും പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. പ്രവാസത്തിൻ്റെ ഗൾഫ് കാലഘട്ടം അവസാനിച്ചിട്ടില്ല, മറിച്ച് അതിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. എണ്ണയുടെ കാലത്ത് നിന്ന് അറിവിൻ്റെയും നൈപുണ്യത്തിൻ്റെയും കാലത്തിലേക്ക് ഗൾഫ് മാറുമ്പോൾ മലയാളി പ്രവാസിയും തൻ്റെ ചിന്താഗതിയും കഴിവും അതിനനുസരിച്ച് നവീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുതൽ വ്യക്തികളുടെ ചിന്താഗതിയിൽ വരെ ഈ മാറ്റം പ്രതിഫലിക്കേണ്ടതുണ്ട്. പഴയ ഗൾഫ് സ്വപ്നങ്ങളിൽ മാത്രം അഭിരമിച്ചിരിക്കാതെ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാളെ ഗൾഫ് രാജ്യങ്ങളിൽ വികസനത്തിനായി വിളിക്കപ്പെടുന്നത് വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികളെയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും ആസൂത്രണത്തിലും മികവ് പുലർത്തുന്ന വിദഗ്ധരെയാണ്. ലോകത്തെ ഏറ്റവും മികച്ച തലച്ചോറുകളെ മാത്രം സ്വാഗതം ചെയ്യുന്ന ഒരാഗോള ഹബ്ബായി പുതിയ ഗൾഫ് മാറുമ്പോൾ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം സജ്ജരാകുന്നവർക്ക് ഗൾഫ് ഇന്നും അവസരങ്ങളുടെ ഭൂമിയായി തന്നെ തുടരും. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നതാണ് പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ അതിജീവന തന്ത്രം. എന്നാൽ ആ മാറ്റത്തിന് തയ്യാറാകാത്തവർക്ക് പുതിയ ഗൾഫ് വെറുമൊരു അടഞ്ഞ വാതിലായി അവശേഷിച്ചേക്കാം. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത വേനലിന്റെ മധ്യത്തിലാണ്. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ദുസ്സഹമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്നാൽ സാധാരണയായി കാണാറുള്ള കടുത്ത വെയിലിനും വരണ്ട ചൂടിനും അപ്പുറം തികച്ചും സങ്കീർണവും സവിശേഷവുമായ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. ഒരു വശത്ത് അന്തരീക്ഷ താപനില റെക്കോർഡുകളിലേക്ക് ഉയരുമ്പോൾ മറുവശത്ത് കനത്ത മൂടൽമഞ്ഞും അപ്രതീക്ഷിതമായ മഴയ്ക്കുള്ള സാധ്യതകളും പൊടിക്കാറ്റും ചേർന്ന് പ്രവാസികളുടെ ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാജ്യത്ത് റെഡ്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇവിടുത്തെ കാലാവസ്ഥയുടെ ഗതിമാറ്റങ്ങളെക്കുറിച്ചും ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻ കരുതലുകളെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. വേനൽക്കാലത്തിന്റെ ഉച്ചസ്ഥായിയിൽ കനത്ത മൂടൽമഞ്ഞുണ്ടാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അത്ഭുതമുണർത്തുന്ന കാര്യമായിരിക്കാം. എന്നാൽ UAEയുടെ തീരദേശ മേഖലകളിൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും പുലർച്ചെയുള്ള അന്തരീക്ഷ താപനിലയിലെ വ്യതിയാനവും ചേരുമ്പോഴാണ് കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുന്നത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ രൂപപ്പെട്ട കനത്ത മഞ്ഞു കാരണം ദൃശ്യപരത അതീവ ഗുരുതരമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഡ്രൈവർമാർക്കും മറ്റ് റോഡ് യാത്രക്കാർക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഈ സാഹചര്യത്തിലാണ് അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശമായ റെഡ്, യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചത്. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ റോഡുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുന്നിലുള്ള വാഹനങ്ങളുമായി കൃത്യമായ അകലം പാലിക്കണമെന്നും ട്രാഫിക് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൃശ്യപരത പെട്ടെന്ന് കുറയുന്ന സാഹചര്യങ്ങളിൽ വേഗത പരിമിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. റോഡുകളിലെ ഈ പ്രതിസന്ധിക്ക് പുറമെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കടലിൽ പോകുന്നവരും വിനോദസഞ്ചാരികളും ജലവിനോദങ്ങളിൽ ഏർപ്പെടുന്നവരും നിലവിലുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. UAEയിലെ മിക്ക എമിറേറ്റുകളിലും താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് റാസൽ ഖൈമ, ലിവ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചൂട് 47 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുന്നു. അബുദാബിയിലും ദുബായിലും പകൽ സമയങ്ങളിൽ 45 ഡിഗ്രി ചൂട് അനുഭവപ്പെടുമ്പോൾ രാത്രിയിൽ അത് 32 ഡിഗ്രി വരെ മാത്രമാണ് താഴുന്നത്. ഷാർജയിൽ ഏറ്റവും കുറഞ്ഞ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതേസമയം ദൽമയിൽ 41 ഡിഗ്രിയും ഫിജറയിൽ 39 ഡിഗ്രിയുമായിരിക്കും താപനില രേഖപ്പെടുത്തുക. എന്നാൽ ഈ കടുത്ത ചൂടിന് ആശ്വാസമേകിക്കൊണ്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കിഴക്കൻ തെക്കൻ മേഖലകളിൽ രൂപപ്പെടുന്ന ശക്തമായ കാർമേഘങ്ങളാണ് ഈ അപ്രതീക്ഷിത മഴയ്ക്ക് കാരണമാകുന്നത്.
പർവ്വത മേഖലകളായ ഫ്യുജേറ, അലൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വേനൽക്കാലം മഴ പെയ്യുന്നത് ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. ഉയർന്ന താപനില കാരണം അന്തരീക്ഷത്തിലെ വായു മുകളിലേക്ക് ഉയരുകയും മലനിരകളിൽ തട്ടി കാർമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത് വഴിയാണ് ഇവിടെ വേനൽ മഴ സാധ്യമാകുന്നത്. ഇത് ചൂടിന് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മഴ പെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും അത് കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാന വില്ലനാണ് ശക്തമായ പൊടിക്കാറ്റ്. മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ 40 കിലോമീറ്റർ വരെ ശക്തി പ്രാപിച്ചേക്കാം. പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിലാണ് ഈ പൊടിക്കാറ്റ് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളത്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ അലർജിയോ ഉള്ളവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. വായുവിൽ പൊടിപടലങ്ങൾ ഉയരുന്നത് കാഴ്ച മറയ്ക്കുക മാത്രമല്ല, ശ്വസന തടസ്സങ്ങൾക്കും കാരണമായേക്കാം. ഇതിനൊപ്പം തീരദേശ ദ്വീപ് മേഖലകളായ ഉമൽ ക്വീൻ, ഫ്യുജൈറ, അൽ റുവൈസ്, അൽസില, ദൽമ എന്നിവിടങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി 85% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന ഹ്യൂമിഡിറ്റി കാരണം വിയർപ്പ് വറ്റാതെ വരികയും ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായി ശരീരത്തിന് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് ശരീരത്തിന് പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ലിവയിൽ രാത്രി താപനില 27 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെങ്കിൽ ഫ്യുജൈറയിൽ ഇത് 33 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ താപനില വ്യതിയാനവും ഉയർന്ന ഈർപ്പവും മനുഷ്യ ശരീരത്തെ വേഗത്തിൽ തളർത്തുന്നവയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തലനുസരിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഈ പ്രതികൂല കാലാവസ്ഥ തുടരാനാണ് സാധ്യത. കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ വീണ്ടും സജീവമായേക്കാം. ശക്തമായ കാറ്റ് വീശിയടിക്കാനും തുറസായ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയരാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശനിയാഴ്ചയോടെ കാലാവസ്ഥ പൊതുവെ തെളിഞ്ഞതായോ അല്ലെങ്കിൽ ഭാഗികമായി മേഘാവൃതമോ ആയ രീതിയിലേക്ക് മാറും. എങ്കിലും കിഴക്കൻ തെക്കൻ മേഖലകളിൽ നേരിയ തോതിൽ മേഘങ്ങൾ രൂപപ്പെട്ടേക്കാം. ഞായറാഴ്ച രാവിലെ തീരദേശ മേഖലകളിൽ അന്തരീക്ഷ ഈർപ്പം വീണ്ടും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ യുഎയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ഫോഗ് ലൈറ്റുകൾ കൃത്യമായി ഉപയോഗിക്കുക, വേഗത കുറയ്ക്കുക, ഹസാർഡ് ലൈറ്റുകൾ അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക, അധികൃതർ നൽകുന്ന റോഡ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നിവ പ്രധാനമാണ്. കൂടാതെ പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുകയും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളവും ORS ലായനികളും കുടിക്കുകയും വേണം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയെ കൃത്യമായ മുൻകരുതലുകളോടെ നേരിട്ടാൽ മാത്രമേ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായും മാറ്റിവെച്ച് മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും ജോലിസ്ഥലങ്ങളിലെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും കുടുംബത്തിനായി ജീവിതം ഹോമിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രവാസികളും. നാട്ടിലുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനും അവരുടെ സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി അഹോരാത്രം ഓടുമ്പോൾ പലരും സ്വന്തം ശരീരത്തിന്റെ നിശബ്ദമായ വിളിച്ചുപറച്ചിലുകൾ കേൾക്കാതെ പോകുന്നു. പലപ്പോഴും കഠിനമായ തലവേദനയോ അമിതമായ ക്ഷീണമോ അനുഭവപ്പെടുമ്പോൾ ഒരു താൽക്കാലിക വേദന സംഹാരിയിൽ അഭയം കണ്ടെത്തി വീണ്ടും ജോലിയിലേക്ക് മടങ്ങുന്ന പ്രവണത പ്രവാസികൾക്കിടയിൽ വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരം ചെറിയ അവഗണനകൾ വലിയൊരു ആരോഗ്യ ദുരന്തത്തിലേക്കുള്ള വഴിവെക്കലാണെന്ന് UAEയിലെ പ്രമുഖ ആരോഗ്യ വിദഗ്ധർ ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് നിശബ്ദ വില്ലനായ ഉയർന്ന രക്തസമ്മർദ്ദവും അതുണ്ടാക്കുന്ന വൃക്കരോഗങ്ങളും ഇന്ന് പ്രവാസി മലയാളി സമൂഹത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെയും അധികമുള്ള ദ്രാവകങ്ങളെയും അരിച്ചുകളഞ്ഞ് രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവമാണ് വൃക്കകൾ. രക്തസമ്മർദ്ദം അനിയന്ത്രിതമായി ഉയരുമ്പോൾ വൃക്കകളിലെ സൂക്ഷ്മമായ രക്തക്കുഴലുകൾക്ക് കടുത്ത സമ്മർദ്ദം അനുഭവപ്പെടുകയും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് കാലക്രമേണ വൃക്കകളുടെ പ്രവർത്തനക്ഷമത പൂർണ്ണമായും ഇല്ലാതാക്കും. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉയർന്ന രക്തസമ്മർദ്ദമുള്ള വലിയൊരു ശതമാനം ആളുകൾക്കും തങ്ങൾക്ക് വൃക്കരോഗമുണ്ടെന്ന കാര്യം അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും വൃക്കകൾ പകുതിയിലധികം പ്രവർത്തനരഹിതമാവുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കേവലം ഒരു അസ്വസ്ഥതയായി കാണാതെ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. ഗൾഫ് നാടുകളിലെ കഠിനമായ കാലാവസ്ഥയും മാറിമറിയുന്ന ജോലി സമയക്രമങ്ങളും പ്രവാസികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ ജോലി ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് അമിതമായി ജലം നഷ്ടപ്പെടുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, കൊഴുപ്പും ഉപ്പും അമിതമായി അടങ്ങിയ ഫാസ്റ്റ് ഫുഡുകളെയും റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളെയും ആശ്രയിക്കുക എന്നിവ ഇതിന്റെ ആക്കം കൂട്ടുന്നു. ഇതിനു പുറമെ നാട്ടിലെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളും വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയരുന്നതിലേക്ക് നയിക്കുന്നു. പ്രായമായവരെയാണ് സാധാരണ ഇത്തരം രോഗങ്ങൾ ബാധിക്കാറുള്ളതെന്ന ധാരണ തിരുത്തിക്കൊണ്ട് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് 30കളിലും 40കളിലുമുള്ള ചെറുപ്പക്കാരായ പ്രവാസികളിലും ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കസ്തംഭനവും വർദ്ധിച്ചു വരുന്നു എന്നാണ്.
അമിതവണ്ണം, പ്രമേഹം, പുകവലി, മദ്യപാനം, കുടുംബത്തിൽ ഹൃദ്രോഗ പാരമ്പര്യം ഉള്ളവർ എന്നിവർ ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തെയും പ്രാരംഭഘട്ടത്തിലെ വൃക്ക രോഗങ്ങളെയും നിശബ്ദ കൊലയാളികളെന്ന് നമുക്ക് വിളിക്കാം. എങ്കിലും ശരീരം നൽകുന്ന ചില ചെറിയ സൂചനകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിട്ടുമാറാത്ത തലവേദന, അകാരണമായ ക്ഷീണം, കാലുകളിലോ അല്ലെങ്കിൽ കണ്ണുകൾക്ക് ചുറ്റുമോ ഉണ്ടാകുന്ന നീർവീക്കം, രാത്രികാലങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മൂത്രശങ്ക, മൂത്രത്തിൽ കാണപ്പെടുന്ന പത എന്നിവയെല്ലാം വൃക്കകളുടെ പ്രവർത്തനത്തിലെ തകരാറുകളുടെ പ്രാരംഭ ലക്ഷണങ്ങളാകാം. ജോലി തിരക്കുകൾക്കിടയിൽ ഇത്തരം ലക്ഷണങ്ങളെ കേവലം ക്ഷീണമെന്നോ ചൂടുകൊണ്ടുള്ള പ്രശ്നമെന്നോ കരുതി തള്ളിക്കളയുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും അത് നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഉടൻ തന്നെ ക്രിയാറ്റിനിൻ ഉൾപ്പെടെയുള്ള വൃക്കകളുടെ ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. രോഗം വന്നതിന് ശേഷം ഡയാലിസിസ് പോലെയുള്ള സങ്കീർണമായ ചികിത്സകളിലേക്ക് പോകുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നതാണ്. രക്തസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ലളിതമായ രക്തമൂത്ര പരിശോധനകൾ നടത്താൻ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുക, പ്രകൃതിദത്തമായ ആഹാര രീതികൾ പിന്തുടരുക, ദിവസവും 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക എന്നിവ ശീലമാക്കണം. കൂടാതെ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സ നടത്തുന്നതും വേദന സംഹാരി ഗുളികകൾ പതിവായി കഴിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഇത്തരം ഗുളികകൾ വൃക്കകളെ നേരിട്ട് തകരാറിലാക്കുന്നവയാണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ലളിതമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനമോ വിനോദങ്ങളോ കണ്ടെത്തുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. പ്രവാസികളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് കേവലം ബാങ്ക് അക്കൗണ്ടിലെ പണമോ നാട്ടിൽ കെട്ടിപ്പൊക്കുന്ന വലിയ വീടുകളോ മാത്രമല്ല, മറിച്ച് അവരുടെ ആരോഗ്യം കൂടിയാണ്. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തിന് യഥാർത്ഥ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. ചെറിയ അസ്വസ്ഥതകളെ പോലും കൃത്യസമയത്ത് അഭിസംബോധന ചെയ്യുക. നാളത്തെ നല്ല നാളേക്കായി ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്താം. പശ്ചിമേഷ്യയിലെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ ഭീതിതമായ നിഴലുകൾ വീണിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു വലിയ യുദ്ധമുഖമാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഗൾഫ് മേഖലയിൽ തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ വൻതോതിലുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധത്തിന്റെ സ്ഫോടനാത്മകമായ പ്രകമ്പനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഇത് ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണ വിപണിയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക പരക്കുകയാണ്. വ്യോമാതിർത്തികൾ കടന്നെത്തുന്ന റോക്കറ്റുകളും ആകാശത്ത് വെച്ച് തന്നെ അവയെ വെടിവെച്ചിടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഗൾഫ് നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന നടുക്കുന്ന യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായി ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കവാടമാണ് ഹോർമൂസ് കടലെടുക്ക്. മേഖലയിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് അമേരിക്ക ഈ എണ്ണപ്പാതയിൽ കർശനമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തീപിടിച്ചത്. ദക്ഷിണ ഇറാനിലെ പ്രധാന സൈനിക താവളങ്ങളിലും റഡാർ കേന്ദ്രങ്ങളിലും US സെൻട്രൽ കമാൻഡ് നടത്തിയ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ ഇറാനെ ചൊടിപ്പിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. ഒരു വശത്ത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും മറുവശത്ത് അമേരിക്കയുടെ ആക്രമണങ്ങൾ കനക്കുകയും ചെയ്തതോടെ ഇതിന് ഒരു കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ തിരിച്ചടി നൽകാൻ ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. ഇറാൻ നടത്തിയ ഈ തിരിച്ചടിയിൽ ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റത് കുവൈറ്റിനാണ്. കുവൈറ്റിലെ വിവിധ സുപ്രധാന കൺട്രോൾ സെന്ററുകളെയും US സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലും 5 ക്രൂസ് മിസൈലുകളും സ്ഫോടന വസ്തുക്കൾ നിറച്ച 33ഓളം ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. കുവൈറ്റിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സേന ഈ ആകാശ ഭീഷണികളെ വളരെ വേഗത്തിൽ പ്രതിരോധിച്ച് വെടിവെച്ചിട്ടെങ്കിലും ആകാശത്ത് വെച്ച് തകർന്നു വീണ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിലും വ്യാവസായിക കേന്ദ്രങ്ങളിലും പതിച്ചു. ഇത് രാജ്യത്ത് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായി. അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ വൻ തീപിടുത്തമണയ്ക്കാൻ കുവൈറ്റ് കരസേനയും നാഷണൽ ഗാർഡും 6 അഗ്നിശമന സേനാ യൂണിറ്റുകളും മണിക്കൂറുകളോളമാണ് പ്രയത്നിച്ചത്. ഇതിനേക്കാൾ ഗുരുതരമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുവൈറ്റ് തീരത്താണ്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചോ അല്ലെങ്കിൽ നേരിട്ടുള്ള പതിക്കലിനോ കുവൈറ്റിന്റെ ഒരു നാവികസേനാ കപ്പൽ തകരുകയും അതിലുണ്ടായിരുന്ന 4 സൈനികർക്ക് കടുത്ത പരിക്കേൽക്കുകയും ചെയ്തു. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ സൈനികരെ അടിയന്തരമായി ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം അയൽരാജ്യമായ ബഹ്റൈനിലും സ്ഥിതി ഒട്ടും ശാന്തമായിരുന്നില്ല. ബഹ്റൈനിൽ സ്ഥാപിച്ചിട്ടുള്ള US 5ാം കപ്പൽ വ്യൂഹത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ലോജിസ്റ്റിക്സ് വിഭാഗം, ഇന്ധന സംഭരണശാലകൾ എന്നിവ പൂർണ്ണമായും തകർത്തതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ബഹ്റൈനിലെ ആകാശത്ത് അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടുകയായിരുന്നു.
കുവൈത്തിനും ബഹ്റൈനും പുറമെ ജോർദാനും ഈ ആക്രമണത്തിന്റെ ആഘാതത്തിൽ പെട്ടുപോയി. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഇറാനിയൻ മിസൈലുകളെ അതീവ ജാഗ്രതയോടെയാണ് ജോർദാൻ സായുധ സേന കൈകാര്യം ചെയ്തത്. രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ച 3 പ്രധാന മിസൈലുകൾ ജോർദാൻ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു. ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരം സംരക്ഷിക്കുക എന്നത് പ്രഥമ കർത്തവ്യമാണെന്നും തങ്ങളുടെ മണ്ണോ ആകാശമോ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനായി വിട്ടു നൽകില്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ജോർദാൻ ഇതിലൂടെ വ്യക്തമാക്കിയത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനം അതീവ ജാഗ്രതയിലാണെന്ന് ജോർദാൻ ഔദ്യോഗിക പ്രതിനിധികൾ ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ സംഘർഷം കേവലം പ്രാദേശികമായ ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ കടുത്ത എണ്ണക്ഷാമത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകാവുന്ന ഒരു ഭീഷണിയാണ്. തങ്ങളുടെ പരമാധികാരത്തെയും സാമ്പത്തിക താൽപര്യങ്ങളെയും തകർക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ആഗോള എണ്ണ വിപണിയെ സ്തംഭിപ്പിക്കുമെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. മേഖലയിൽ നിന്നുള്ള എണ്ണവാതക കയറ്റുമതി റൂട്ടുകൾ തടസ്സപ്പെടുത്താൻ മടിക്കില്ലെന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ലോകത്തെ പ്രമുഖ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു. മേഖലയിലെ ഊർജ്ജ വിഭവം ഒന്നുകിൽ ലോകത്തിന് മുഴുവൻ ലഭ്യമാകും, അല്ലെങ്കിൽ ആർക്കും അത് ലഭിക്കില്ല എന്ന ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ കടൽ മാർഗമുള്ള വ്യാപാരത്തെ കൂടുതൽ കഠിനമാക്കും. സുരക്ഷിതമല്ലാത്ത ജലാശയങ്ങളിലൂടെ എണ്ണ കൊണ്ടുപോകാൻ കപ്പൽ കമ്പനികൾ വിമുഖത കാണിക്കുന്നതോടെ ആഗോള എണ്ണവില കുതിച്ചുയരാൻ വലിയ സാധ്യതയുമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ താവളങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക കൂടുതൽ തിരിച്ചടികൾക്ക് മുതിർന്നാൽ സ്ഥിതി ഇതിലും വഷളാകുമെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. കുവൈറ്റും ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും വ്യോമ അതിർത്തികളും ശക്തമാക്കുന്ന തിരക്കിലാണ്. നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഒന്നൊന്നായി അടയുമ്പോൾ പശ്ചിമേഷ്യയിൽ വിനാശകരമായ ഒരു യുദ്ധത്തിന്റെ തീപ്പൊരികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളിക്കത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത വൻ ശക്തികളുടെ ഈ ബലപരീക്ഷണം ലോകത്തിന്റെ ശാന്തതയെയാണ് എരിച്ചു കളയുന്നത്. ഈ വലിയ സൈനിക പ്രതിസന്ധിക്ക് അടിയന്തരമായ ഒരു രാഷ്ട്രീയ പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം ദുരന്തങ്ങളും ദൂരെയല്ല എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഓരോ സൈറൺ ശബ്ദങ്ങളും. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക നവീകരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടമാണിത്. പരമ്പരാഗത എണ്ണയിതര സമ്പദ് വ്യവസ്ഥയിലേക്ക് ചുവടുവെക്കാനും ആഗോള നിക്ഷേപകരെയും പ്രഗത്ഭരായ പ്രതിഭകളെയും ആകർഷിക്കാനും ലക്ഷ്യമിട്ട് കുവൈറ്റ് സർക്കാർ പ്രഖ്യാപിച്ച ഗോൾഡൻ റെസിഡൻസി പദ്ധതിക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. ഈ അഭിമാനകരമായ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരുമല്ല, പ്രമുഖ മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനുമായ MA യൂസഫലിയാണ്. കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദേശിക്ക് 15 വർഷത്തെ ദീർഘകാല റെസിഡൻസി വിസ അനുവദിക്കുന്നത്. ഈ ചരിത്ര നേട്ടം ഗൾഫ് മേഖലയിലാകെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഇന്ത്യൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കരുത്തിന്റെ മറ്റൊരു സാക്ഷ്യപത്രമാണ്. കുവൈറ്റ് സിറ്റിയിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് കുവൈറ്റ് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബ ആദ്യത്തെ 15 വർഷത്തെ ദീർഘകാല റെസിഡൻസി പെർമിറ്റ് MA യൂസഫലിക്ക് കൈമാറിയത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഫവാസ് അൽ റൂമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചരിത്രപരമായ കൈമാറ്റം. പരമ്പരാഗതമായി നിലനിന്നിരുന്ന കഫാല അഥവാ തൊഴിലുടമയായി ബന്ധിപ്പിച്ചിട്ടുള്ള സ്പോൺസർഷിപ്പ് വ്യവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കൂടുതൽ സ്വാതന്ത്ര്യവും ബിസിനസ് സുരക്ഷിതത്വവും നൽകുന്നതാണ് ഈ പുതിയ റെസിഡൻസി ക്രമം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലെ വിദേശികളുടെ ജീവിതവും ബിസിനസ്സും നിയന്ത്രിച്ചിരുന്നത് കഫാല എന്ന സ്പോൺസർഷിപ്പ് നിയമത്തിലൂടെയായിരുന്നു. എന്നാൽ മാറുന്ന ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിൽ എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് കുവൈറ്റിനെ ഇത്തരം കടുത്ത നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. കുവൈറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി, പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പുതിയ ഗോൾഡൻ റെസിഡൻസി ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ മികച്ച ബിസിനസ് ശീലങ്ങളും അന്താരാഷ്ട്ര നിക്ഷേപങ്ങളും രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന് ആവശ്യമായ സുരക്ഷിതത്വവും സുസ്ഥിരമായ ഒരു ഭരണ നിയമ വ്യവസ്ഥയുമാണ് തങ്ങൾ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ ചുവടുവയ്പ് രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിലും ഭാവി വികസന ലക്ഷ്യങ്ങൾക്കും വലിയ രീതിയിൽ കരുത്തു പകരും. കുവൈറ്റിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ദീർഘകാല റെസിഡൻസിക്ക് അർഹനായ MA യൂസഫലി തെരഞ്ഞെടുക്കപ്പെട്ടത് യാദൃച്ഛികമല്ല. ലുലു ഗ്രൂപ്പ് കുവൈറ്റിന്റെ ചില്ലറ വ്യാപാര മേഖലയിലും ഭക്ഷ്യസുരക്ഷാ രംഗത്തും നൽകിയിട്ടുള്ള അദ്വിതീയമായ സംഭാവനകൾക്കുള്ള വലിയൊരു ആദരവാണിത്. കുവൈറ്റിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും കേവലം ഒരു കച്ചവട സ്ഥാപനം എന്നതിലുപരി അവിടുത്തെ വിപണിയുടെ വലിയൊരു ചാലക ശക്തിയാണ്.
കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും കോവിഡ് മഹാമാരി പോലെയുള്ള പാൻഡമിക് സമയങ്ങളിലും തടസ്സമില്ലാത്ത ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ലുലു ഗ്രൂപ്പ് നിർണായക പങ്കുവഹിച്ചിരുന്നു. കൂടാതെ കുവൈറ്റ് സ്വദേശികൾക്കും വലിയൊരു വിഭാഗം വിദേശ തൊഴിലാളികൾക്കും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക വ്യവസ്ഥയിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ യൂസഫ് അലിക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും സാധിച്ചു. മുൻപ് യുഎഇയുടെ ആദ്യ ഗോൾഡൻ കാർഡും സൗദി അറേബ്യയുടെ പ്രീമിയം റെസിഡൻസിയും ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ആദ്യകാല ഗോൾഡൻ വിസകളും നേടിയ യൂസഫ് അലിക്ക് ഈ കുവൈറ്റ് ബഹുമതി കൂടി ലഭിക്കുമ്പോൾ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിൽ ഉടനീളം ഇത്തരത്തിൽ പരമോന്നത ബിസിനസ് പദവികൾ നേടുന്ന അപൂർവ വ്യക്തിത്വമായി അദ്ദേഹം വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. കുവൈറ്റ് പുതുതായി നടപ്പിലാക്കിയ ഈ സംവിധാനം വിദേശ നിക്ഷേപകർക്ക് അത്യധികം ആകർഷകമായ അനവധി ആനുകൂല്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. പരമ്പരാഗതമായ ഹ്രസ്വകാല വിസകൾ നിരന്തരം പുതുക്കേണ്ടി വരുന്നതിലുള്ള അനിശ്ചിതത്വവും സാങ്കേതിക തടസ്സങ്ങളും ഇതിലൂടെ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇതിലൂടെ നിക്ഷേപങ്ങൾ വിപുലീകരിക്കാനും സ്വതന്ത്രമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഇത് നിക്ഷേപകർക്ക് കൂടുതൽ ധൈര്യം പകരുന്നു. പരമ്പരാഗത സ്പോൺസർഷിപ്പ് രീതികളിൽ നിന്ന് മാറി നേരിട്ട് രാജ്യവുമായി സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇതിലൂടെ വിദേശ ബിസിനസ്സുകാർക്ക് സാധിക്കും. കൂടാതെ യോഗ്യരായ വിദേശ വ്യവസായികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ ദീർഘകാല സംരക്ഷണം ഉറപ്പാക്കാൻ ഈ വിസയിലൂടെ കുവൈറ്റ് നിയമം അനുവാദം നൽകുന്നുണ്ട്. ബിസിനസ് രംഗത്തെ മികച്ച പ്രൊഫഷണലുകൾക്കും ഉയർന്ന നിക്ഷേപശേഷിയുള്ള വ്യക്തികൾക്കും അവരുടെ സർഗാത്മകതയും മൂലധനവും കുവൈറ്റിന്റെ മണ്ണിൽ സ്വതന്ത്രമായി വിനിയോഗിക്കാൻ സാധിക്കുമെന്നത് വിപണിയിലെ ആരോഗ്യകരമായ മത്സരക്ഷമത വർദ്ധിപ്പിക്കും. എണ്ണയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥകളിൽ നിന്നും വിജ്ഞാനാധിഷ്ഠിത സാമ്പത്തിക മോഡലുകളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. യുഎഇയും സൗദി അറേബ്യയും ഈ മാറ്റത്തിൽ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഈ ആഗോള മത്സരത്തിൽ പിന്നിലായി പോകാതിരിക്കാനും അന്താരാഷ്ട്ര നിക്ഷേപങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും പുതിയ താവളമായി രാജ്യത്തെ മാറ്റാനുമുള്ള കുവൈറ്റിന്റെ വലിയൊരു തന്ത്രപരമായ നീക്കമാണ് ഗോൾഡൻ റെസിഡൻസി. ഈ വിപ്ലവകരമായ തീരുമാനത്തിലൂടെ വിദേശ മൂലധനം മാത്രമല്ല, മികച്ച സാങ്കേതികവിദ്യയും നവീനമായ ആശയങ്ങളും കുവൈറ്റിലേക്ക് ഒഴുകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് രാജ്യത്തെ ചെറുപ്പക്കാരായ സ്വദേശി ജനസംഖ്യയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകാനും പ്രാദേശിക വിപണിയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ കുവൈറ്റ് ആദ്യമായി അനുവദിച്ച ഗോൾഡൻ റെസിഡൻസിയിലൂടെ ഒരു പുതിയ സാമ്പത്തിക നയത്തിന് മാത്രമല്ല തുടക്കമിട്ടിരിക്കുന്നത്, മറിച്ച് വിദേശികൾക്ക് കൂടുതൽ സുരക്ഷിതമായി ബിസിനസ് ചെയ്യാനുള്ള വലിയൊരു വാതിലാണ് അവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മലയാളി വ്യവസായി ഈ ചരിത്രപരമായ നേട്ടത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അത് ഗൾഫിലെ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി സമൂഹത്തിനും വൻതോതിൽ പ്രചോദനം നൽകുന്ന ഒന്നാണ്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഏത് അന്താരാഷ്ട്ര വേദികളിലും ചരിത്രം സൃഷ്ടിക്കാൻ മലയാളിക്ക് കഴിയുമെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് MA യൂസഫ് അലിയിലൂടെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ നിക്ഷേപകർ കുവൈറ്റിലേക്ക് കടന്നു വരുന്നതോടെ ഗൾഫ് മേഖലയിലെ നിർണായകമായ ഒരു സാമ്പത്തിക ശക്തിയായി കുവൈറ്റ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അറബ് നാടുകളിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.